ശ്രീമതി അനീഷ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന്. ശ്രീമതി അനീഷ, യൂട്യൂബിൽ ഇത്തരം ഇൻ്റർവ്യൂകൾ വരുമ്പോൾ ഇത് സമൂഹം തുറന്നു പറച്ചിലിൻ്റെ ഘട്ടത്തിൽ നമ്മൾ ഇതിനെ അങ്ങനെ മനസ്സിലാക്കണോ, അതോ കുറേ കൂടി ഭയാശങ്കയോട് കാണണോ? ഇത് ഭയാശങ്കയോടുകൂടി ഇത് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഒരു വിദേശ വനിത ഇതുപോലെ ഇതിപ്പം നടക്കുന്ന സംഭവമൊന്നുമല്ലല്ലോ. ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പേ ഒരു വിദേശ വനിതയെ കൊന്നത് 2 യുവാക്കൾ ഇതേപോലെ ജോലിയനത്തെ ഇത് ജോലിയാന്ന് പറയാൻ പറ്റില്ല, എങ്കിലും പറയുക നാണക്കേട് കൊണ്ടാണെങ്കിലും പറഞ്ഞു പോവാ. ഇങ്ങനെ ഒരു തൊഴിൽ കൊണ്ട് നടക്കുന്ന 2 യുവാക്കളായിരുന്നു. അപ്പൊ ഇതിപ്പോ ഉള്ളതല്ല. ഇത് ഇന്ന് ഇപ്പം ഞാൻ ഈ 2-3 ദിവസത്തിന് മുമ്പ് ഇങ്ങനെ യൂട്യൂബിൽ 1-2 പേര് റിയാക്ഷൻ വീഡിയോ ചെയ്ത് ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പം ഇത് ഇപ്പോഴുള്ള സംഭവമൊന്നുമില്ല. ഇത് നേരത്തെ തൊട്ട് നടക്കാൻ തുടങ്ങിയ സംഭവമാണ്. ഇത് വർഷങ്ങളായിട്ട് ഇയാൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം ഇപ്പോഴ് അത് പുറത്ത് വന്നേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ ചോദിക്കുകയാണ്, ഇതിനൊക്കെ സ്ത്രീകൾക്കിടയിൽ വലിയ തോതിൽ ആവശ്യക്കാർ വരുന്നു, നടിമാരുൾപ്പെടെ സമ്പന്നർ പോലെ സാധാരണക്കാരും ഒക്കെ ഇവരെ തേടി വരുന്നു എന്ന് പറയുമ്പോൾ അത് അനീഷ നമ്മളെ ഭയപ്പെടുത്തേണ്ടതാണോ? ഭയപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചാൽ ഭയപ്പെടുത്തേണ്ടത് തന്നെയാണ്. അതിന്റെ ഇത് നമുക്കിപ്പോ എനിക്കതിനെ പറ്റി ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ശങ്കയിൽ തന്നെ ഞാനും ഇരിക്കുന്നത്. അത് കേട്ടപ്പോ, റിയാക്ഷൻ വീഡിയോ കേട്ടപ്പോ തന്നെ ഞാൻ അതിശയിച്ചു പോയി. ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഒരു ക്യാമറാമാന്റെ രൂപത്തിൽ, മേക്കപ്പ് മാന്റെ രൂപത്തിലൊക്കെ കൂടെ കൊണ്ട് നടക്കുക, അങ്ങനെയൊക്കെ ആ വ്യക്തി സംസാരിച്ചപ്പോൾ തന്നെയും എനിക്കത് ഇങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പൊ നമ്മുടെ ഈ സാധാരണ രൂപത്തിൽ ഇതിനൊന്നും പോകാത്ത ഇനി നടികളാണെങ്കിലും അവരുടെ കൂടെ നടക്കുന്ന ഒരു സാധാരണ ഒരു പുരുഷനെ കണ്ടാലും നമ്മൾ ആ രീതിയിലേ തെറ്റിദ്ധരിക്കും. മനസ്സിലായല്ലേ? കാരണം ഇതൊന്നും അല്ലാത്ത ഒരു സ്ത്രീയുടെ കൂട്ടത്തിൽ, ഒരു സെലിബ്രിറ്റിയുടെ കൂട്ടത്തിൽ ഒരു സെക്യൂരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ മേക്കപ്പ് മാൻ ആയിട്ടോ ആരായാലും പോയാലും സാധാരണക്കാരായ നമ്മൾ ചിന്തിക്കും, ഇത് അങ്ങനെയുള്ള വ്യക്തിയാണോ, ഇവര് കൊണ്ടു നടക്കുന്ന അങ്ങനെ ഒരാളെയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ആ ഒരു ലെവലിൽ അത് കേട്ടപ്പോ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ സെലിബ്രിറ്റിയുടെ കൂട്ടത്തിൽ കണ്ടപ്പോ, ഓരോരുത്തരെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെയുള്ള ആളാണോ ഇത്, നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കും. കാരണം നല്ലതായിട്ട് പോകുന്നവരെ നമ്മൾ തെറ്റിദ്ധരിക്കും. ഒന്നിലേ ഇയാളെ മുഖം കാണിക്കണം, അല്ലാതെ ഇയാളെ മാസ്ക് വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പലരെയും നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കും. അപ്പൊ ഇതൊരു ക്രിമിനൽ ആയിട്ടല്ലേ, ഇതൊരു കുറ്റകരമായിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ ഇത് പുറത്ത് കൊണ്ടുവരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾക്ക് മാസ്ക് പാടില്ല, അയാളെ പുറത്തു കൊണ്ടുവരണം. പുറത്തു കൊണ്ടുവരാതെ ഇപ്പൊ ഒരു കുറ്റവാളികളെ ജയിലിൽ കൊണ്ടുപോയാലും മുഖം മൂടിക്കൊണ്ടുപോയി. എന്തിനു മുഖം മൂടുന്നു? മുഖം മൂടേണ്ട കാര്യമില്ല. കുറ്റം ചെയ്യാത്തവര് ഒരു ഇതുമില്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ വരാൻ തരും. കുറ്റവാളികളെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇയാൾ മാസ്ക് വെച്ചോണ്ട് ആ വീഡിയോയിൽ നിൽക്കുന്നതുണ്ട്. മാസ്ക് എന്തിന്? മാസ്ക് അയാളുടെ ഫുൾ ഐഡന്റിറ്റി. അയാളത് തൊഴിലാക്കി കൊണ്ടുപോകും, അയാളെ കുടുംബം നോക്കിക്കൊണ്ടുപോകും, അയാൾ അതില് സന്തോഷം കണ്ടെത്തുന്നു, അയാൾക്കൊരു കുഴപ്പമില്ലെന്നൊക്കെ അയാളത് പറയുന്നുണ്ട്. അപ്പം പിന്നെ അയാൾക്ക് മാസ്ക് എല്ലാത്തിനും അയാളൊരു തൊഴിലായിട്ട് അയാളുടെ ജീവിതമാർഗമായത്. കാരണം അയാൾക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരുന്നു, കടം ഉണ്ടായിരുന്നു. ഒരു തൊഴിൽ അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് മാസ്ക് പാടില്ല. അയാൾ മാസ്ക് നമുക്കറിയണ്ടേ ഇതാരാന്നല്ലേ? പലരെയും തെറ്റിദ്ധരിക്കും, നമ്മള് പല നടികളെയും തെറ്റിദ്ധരിക്കും. ഇത്തരം ഒരു അഭിമുഖത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ചെറുതായി ഒന്ന് ഞെട്ടി അല്ലേ? ഞെട്ടി. കാരണം നമുക്ക് ഞെട്ടണം. ഞാൻ ഒരു സാധാരണ യുവതി, എനിക്കത് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാവും. ഓരോ സാധാരണ സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണ് ഞെട്ടലുണ്ടാവും. വീട്ടമ്മമാരും എല്ലാം ഞെട്ടിക്കാണും. ഇത് ഞെട്ടും തീർച്ചയായിട്ടും. ഇത് നമ്മൾ ഈ ഒരു കാറ്റഗറിയിലോട്ട് നമ്മൾ പെടുത്തിയിരിക്കുന്ന സ്ത്രീകളെയാ, പുരുഷന്മാരെ നമ്മൾ അങ്ങനെ, ഞാൻ ഒരു സ്ത്രീ ആണെങ്കിൽ പറയാം, അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ സ്ത്രീകളെയാ കൂടുതലും ആൾക്കാര് സംസാരിക്കുന്നതും, ആൾക്കാർ ആ ഒരു ഭാഗത്തോട്ട് സ്ത്രീകളെയാ. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പുരുഷന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. നമ്മളത് സാധാരണക്കാരായ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. ഇനിയിപ്പോ ഏറ്റവും വലിയൊരു ദോഷം വരാൻ പോകുന്നത്, അയാൾക്ക് ഒരു മാസം അയാൾക്ക് 2 ലക്ഷം രൂപയുടെ പുറത്ത് വരുമാനം ഉണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ ഈ ഒരു വിഷയം കാരണം എത്ര യുവാക്കൾ ഈ ഒരു കാര്യത്തിലോട്ട് പോകുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റായ ഒരു സന്ദേശം യുവാക്കൾക്ക് നൽകുമല്ലേ ഇത്, പണം ലഭിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗം? തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ദൂഷ്യവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് ഈ വന്ന കാലത്ത് ഈ കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ള ഒരു ഇതിലാ പലരും പോകുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് അധ്വാനിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി ആൾക്കാർ ഈ വന്ന കാലത്തുണ്ട്. അപ്പൊ അവർക്കൊക്കെ അവർക്ക് നോക്കുമ്പോൾ തന്നെ അവർക്ക് മാനസികമായിട്ടും ഒരു സന്തോഷം കിട്ടും, അവർക്ക് പൈസയും സാമ്പത്തികമായിട്ടും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് സമൂഹത്തിന്റെ മുന്നിൽ ഇത് ആരാന്നും കാണിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു ഇത് ലഹരി പോലെ തന്നെ
മദ്യപാനവും മയക്കുമരുന്നും അതുപോലുള്ള ലഹരി പോലെ തന്നെ ഇതും ഭയങ്കര വിഷയം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇനി അടുത്ത തലമുറകൾ ചിന്തിക്കുന്നത്, ഇപ്പം വളർന്നു വരുന്ന യുവാക്കൾ ഇതൊക്കെ കാണുമ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാല് ഇതിലോട്ട് പോയാല് ക്യാഷ് കിട്ടും, ഒരുപാട് സാമ്പത്തികമായിട്ട് അയാളുടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ഇതൊരു തൊഴിലാക്കി നാളെ യുവാക്കൾ കൊച്ചു പിള്ളേരും ഇറങ്ങും, ആമ്പിള്ളേരും ഇറങ്ങും. ഇപ്പൊ 45 50 വയസ്സിനോട് ഇടയിലുള്ള സ്ത്രീകൾ പോകുന്നെന്നാ പറയുന്നത് അയാള്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വ്യക്തമാണ്. അപ്പൊ ശ്രീമതി അനീഷ അത് വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വളരെ വ്യക്തമാണ് അഭിപ്രായം. സച്ചിൻ എന്നോടൊപ്പം ചേരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. സച്ചിൻ, ഇത് വൻ നഗരങ്ങളിൽ എങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് കേരളം പോലെ ഒരു സ്ഥലത്ത് ഇത് പ്രായോഗികമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകും എന്ന് കരുതാനാകുമോ സച്ചിൻ? യെസ്, അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. അത് കേരള സ്റ്റോറിക്ക് പ്രദർശനാനുമതി നൽകിയിരിക്കുന്നു. നിർമ്മാതാക്കളുടെ അപ്പീലിൽ ആണ് റിലീസിന് അനുമതി നൽകിയത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അത് തടഞ്ഞിരുന്നു. അപ്പോൾ ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. അതിൻ്റെ പ്രധാന വാർത്തകളും അവിടെ വരുന്നുണ്ട്. അപ്പോൾ സിംഗിൾ ബെഞ്ച് നടപടിക്ക് സ്റ്റേ കിട്ടിയിരിക്കുന്നു. ഡിവിഷൻ ബെഞ്ചാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പം സന്തോഷ് കാസർഗോഡ് നിന്ന് ചേരുകയാണ്. സന്തോഷ്, ഈ വീഡിയോ കേട്ടപ്പോൾ സന്തോഷ് ഞെട്ടിപ്പോയോ? സ്വാഭാവികമാണ്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് എന്ന രീതിയിലാണോ സന്തോഷം കാണുന്നത്? അത് ഇത് വളരെ അസ്വാഭാവികമായ ഒന്നാണെന്നാണ്. ഇതൊക്കെ ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ നടക്കുന്ന കാര്യങ്ങളാ സാറേ. പിന്നെ ഇപ്പൊ കേരള സ്റ്റോറിയുടെ അനുമതി കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അത് തീർത്തും നിരാശയാണ്. കാരണം റിയൽ സ്റ്റോറി കാണണമെങ്കിൽ 2 ആഴ്ച മുമ്പ് ഈ കാസർഗോഡ് ജില്ലയിലെ പെരുമ്പട്ട എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ വാർത്തയിലൊക്കെ വന്നാണ്. ആ പെരുമ്പട്ടയില് ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ നിന്നാണ് അവിടുത്തെ തെയ്യം പോയി കയറുന്നത് മുസ്ലിം പള്ളിയിലാണ്. ഓക്കെ, നമ്മൾ ആ വിഷയമില്ലാതെ അതായത് നമുക്ക് വ്യക്തമാണ്. ഓക്കെ, അപ്പൊ പ്രദീപ് കൂടി എന്നോടൊപ്പം ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. പ്രദീപ്, ചുരുങ്ങിയ വാക്കുകളിൽ. അയ്യോ, ഇത് നേരത്തെ നമ്മുടെ അടുത്ത ഒരു പാർട്ടി ഉണ്ട്, ഒരു 19 വയസ്സുണ്ട് പുള്ളി, കണ്ടാലും 25 വയസ്സ്. പുള്ളി കുമാരിക്കുട്ടി ചാന്തുകൂട്ടില്ലേ മനു, ഈ പുള്ളി ഡാൻസ് പഠിപ്പിക്കാനാണ് പോണത്. പക്ഷെ ഞാൻ ഒരാൾ പറഞ്ഞിട്ട് നടുങ്ങി പോയി. ഈ വലിയ വലിയ റിട്ടയർ ഉദ്യോഗസ്ഥന്മാരില്ലേ, അവരുടെ ഭാര്യമാരുടെ അടുത്തേക്ക് പുള്ളി പോകണം. പുള്ളി പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അമ്മമാര് പോണത്, അല്ലാണ്ട് സാധാരണ ആണും പെണ്ണും തമ്മിലുള്ളവരുടെ അല്ല. രാവിലെ ലിസ്റ്റിക്ക് ഒക്കെ തൂത്തങ്ങ് പോകണം കഴിഞ്ഞാൽ നമുക്ക് ചിരി അവനെ കണ്ടു വെച്ചാൽ നമുക്ക് എഴുതി കിട്ടില്ല. കൂടെ ടീമാ. ഇപ്പോഴാ പുള്ളിക്ക് 19 വയസ്സുണ്ട്. ഇപ്പോഴും കണ്ടാല് ശരി, വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ കുമാർ ശൈലേഷ് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ സർ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്കസ് ദിസ് മാറ്റർ എമംഗ് പീപ്പിൾ ആൻഡ് അറൈവ് അറ്റ് എ ഗുഡ് സൊല്യൂഷൻ ടു സ്റ്റോപ്പ് ദീസ് ടൈപ്പ് ഓഫ് തിങ്സ് എന്ന് എന്നോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശശിധരൻ പിള്ളയ്ക്ക് ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിന്താ ജോറാമിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിലും ഇപ്പോൾ ഷിജു എന്നോട് പറയുന്നത് ദിസ് ടോപ്പിക് ഇസ് നൈസ്. നമ്മളെല്ലാ ദിവസവും എവറി ഡേ വി ആർ ഡിസ്കസിങ് പൊളിറ്റിക്കൽ ടോപ്പിക്സ് ആൻഡ് ക്രിയേറ്റിംഗ് മോർ എനിമീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സദാശിവൻ TK എന്നോട് പറയുന്നത് ഇത്തരം വിഷയങ്ങൾ ഇടയ്ക്ക് ചർച്ച ചെയ്യുന്നതും ഈ പ്രശ്നപരിഹാരത്തിനുള്ള വഴികളിലേക്ക് വരുന്നതും നല്ലതാണെന്ന് പറയുന്നു. അക്വേറിയസ് എന്നോട് പറയുന്നു ഇതൊരു പുതിയ സംഭവം അല്ല എന്ന് പറയുന്നു. പണ്ട് രഹസ്യം ഇന്ന് പരസ്യമായി എന്ന് എന്നോട് അക്വേറിയസ് പറയുന്നു. ദിസ് ഈസ് ഡ്യൂ ടു ലിബറലൈസേഷൻ എന്ന് ഷിജു പറയുന്നു. അരുന്ധതി എനിക്ക് ഹായ് മനു എന്ന് പറയുന്നു. അപ്പോൾ അതോടൊപ്പം ജയകുമാർ പറയുന്നു തകഴിയുടെ വാലക്കുഴ ചേച്ചി. ഓക്കെ ഈ ജയകുമാറിന് ഇതാണോ ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നത്, ചിന്താ ജെറോമിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ ഇന്ന് ഓക്കെ, ഒരാൾ സ്വമേധയാൽ ഇത് ചെയ്യുന്നത് കുറ്റകരമല്ല, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് അക്വേറിയസ് പറയുന്നു. നിങ്ങൾ ലൈംഗികതയെ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തിനാണ് എന്ന് കലിപ്പൻ ചോദിക്കുന്നു. കലിപ്പൻ, എനിക്ക് ലൈംഗികതയോട് ഭയമൊന്നുമില്ല, പക്ഷേ ഇത് എന്തെങ്കിലും തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അജയ് കുമാർ എന്നോടൊപ്പം ചേരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയ് കുമാർ. ഹലോ, ചോദിച്ചാട്ടെ, പറഞ്ഞാട്ടെ. യെസ്, ഈ വീഡിയോ അജയ് കുമാറിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ശ്രീ മനു, ഞാൻ ഒരു ഡയലോഗ് പറയാം. അത് മനുവിന് ഓർമ്മയുണ്ടോ എന്നൊന്ന് കളക്ട് ചെയ്യാൻ ശ്രമിക്കും. പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ആർട്ട്. യെസ്, മൈ ഡോട്ടർ ഈസ് ആൻ ആർട്ടിസ്റ്റ്. കേട്ടിട്ടുണ്ടോ ഈ ഡയലോഗ് എവിടെയെങ്കിലും? ഇല്ല. എൻ പിള്ള സാറിന്റെ കാപാലിക എന്ന നാടകത്തിലെ ഒരു ഡയലോഗ് അത്. ശരി, അറിയോ? അത്
സമൂഹത്തിലെ കാപട്യം തുറന്നു കാട്ടിയതാണ് അദ്ദേഹം. അന്ന് അത് പച്ചയ്ക്ക് അദ്ദേഹം അത് സ്റ്റേജിൽ പറഞ്ഞു. ഇന്ന് ഈ ചെറുപ്പക്കാരൻ ഒരു മുഖംമൂടി ഇട്ടുകൊണ്ടത് പറയുന്നു. മനസ്സിലായില്ലേ? എനിക്ക് ഈ വിഷയത്തെ പറ്റി അത്രയേ പറയാനുള്ളൂ. നമ്മൾ കൂടുതൽ അങ്ങോട്ട് ഡിഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെ പൊതുസമൂഹത്തിൽ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു വെക്കാം. പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ജനയുഗം വീക്കലിക്കകത്തില് വന്നിരുന്ന ഒരു ലേഖന പരമ്പര ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ കൊളാബാവാല എഴുതിയത് ചുവന്ന തെരുവുകൾ. അതിനകത്തിൽ കേരളവും ഇന്ത്യയിലെ പല സംസ്ഥാനത്തുള്ള ചുവന്ന തെരുവുകളും ലോകത്തുള്ള പലയിടത്ത് ഉള്ളതെല്ലാം പുള്ളി നേരിട്ട് നടന്ന് ബോധ്യപ്പെട്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.